അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ആകാശലോകത്ത് എത്രയോ നക്ഷത്രങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. എപ്പോഴെങ്കിലും റബ്ബേ, ഈ നക്ഷത്രങ്ങളെയൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നീ എത്ര വലിയവനാണ്, നിന്റെ ഖുദ്റത്ത് എത്ര വിശാലമാണ് എന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്താൽ ഓരോ നക്ഷത്രങ്ങളുടെയും എണ്ണത്തിൽ നന്മകൾ നമ്മുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന മൻ നളറ ഫിൻ നുജൂമി, ആകാശ ലോകത്തുള്ള നക്ഷത്രങ്ങളിലേക്ക് ഒരു മനുഷ്യൻ നോക്കി, വതഫക്കറ ഫി അജാഇബിഹ, അത്ഭുതമാണല്ലോ ഇത് എന്ന് ചിന്തിക്കുകയും, വ ഫി ഖുദ്റത്തില്ല, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ അത്ഭുതത്തിൽ ചിന്തിക്കുകയും ചെയ്തിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇത് വിശുദ്ധ ഖുർആൻ ഷരീഫിലെ സൂറത്തു ആലി ഇമ്രാൻ 191 ആയത്താണ്. ഇതിൽ പറയുന്നത് എന്താ? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഇതിനെ ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, വൃഥാവിലായി സൃഷ്ടിച്ചതല്ലല്ലോ. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഫഖിനാ അദാബന്നാർ, നരക നരകാഗ്നിയെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന ആയത്ത് പാരായണം ചെയ്താൽ, എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഖുദ്റത്തിലേക്ക് നോക്കിയിട്ട്, ഉപരിമണ്ഡലത്തിലുള്ള ആകാശ ലോകത്തുള്ള നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, കുത്തിബ ലഹു, അവന് വേണ്ടി എഴുതപ്പെടുന്നതാണ്, ബി അദദി കുല്ലി നജ്മിൻ ഫിസ് സമാ, ആകാശ ലോകത്തുള്ള ഓരോ നക്ഷത്രത്തിന്റെയും എണ്ണത്തിനനുസരിച്ച് ഹസനത്തുൻ, നന്മയെ എഴുതപ്പെടുന്നതാണ്. ബഹുമാനികളെ, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എത്രമാത്രം നന്മ അധികരിക്കുന്നുണ്ടോ അത്രയും നാം നന്മയുടെ വക്താക്കളാവുകയാണ്. അപ്പോ കോടാനുകോടി നന്മകൾ ഒരു നിമിഷം കൊണ്ട് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നതാണ്. ഉപരിമണ്ഡലത്തിലേക്ക് നോക്കി, ആകാശ ലോകത്തിലേക്ക് നോക്കി, അള്ളാഹുവേ, നീ നക്ഷത്രങ്ങളെ ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, നിന്റെ ശക്തി എത്ര എത്ര വിശാലമാണ്, നരകാഗ്നിയെ തൊട്ട് നീ കാക്കണമേ എന്ന അർത്ഥം വരുന്ന റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ഈ ആയത്ത് പറഞ്ഞാൽ വലിയ ഗുണമാണ്. നന്മകൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കോടാനുകോടി നന്മകൾ നമ്മുടെ ഗ്രന്ഥത്തിൽ അള്ളാഹു തആല എഴുതി ചേർക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും നന്മയുടെ വക്താക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ ധാരാളം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.